ഗുഡ് ആഫ്റ്റർനൂണിനെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ശിരൂരിൽ അനിശ്ചിതത്വം തുടരുന്നു. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധന നടത്താൻ നാവികസേനയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. ജില്ലാ ഭരണകൂടത്തിൻ്റേത് ഗുരുതര വീഴ്ചയെന്ന് അർജുന്റെ കുടുംബം ആരോപിച്ചു. കാർവാറിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തെരച്ചിൽ വീണ്ടും തുടങ്ങാൻ തീരുമാനം. ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ ദൗത്യം പുനരാരംഭിക്കാൻ നേവി സന്നദ്ധത അറിയിച്ചിരുന്നു. റഡാർ പരിശോധനയിലൂടെ ലോറിയുടെ സ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്ത രണ്ടാം ഘട്ടമായി ഡൈവിംഗ് നടത്താനായിരുന്നു നേവിയുടെ നീക്കം. എന്നാൽ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അനുമതി നൽകാത്തതോടെ ദൗത്യം വീണ്ടും അനിശ്ചിതത്വത്തിലായി. അൺഒഫീഷ്യലായിട്ട് ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ നേവിക്ക് അനുമതി കിട്ടിയിട്ടില്ല, ഡൈവിങ്ങിനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റും. പക്ഷേ ഡൈവിങ്ങിന് അനുമതി കിട്ടാതെ ഒരു തെരച്ചിൽ ഇവിടെ എത്രത്തോളം സാധ്യമാണെന്നുള്ളതിന് ആശങ്കയുണ്ട്. കാരണം കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ അനുമതിയുണ്ട്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് കൂടിയ മീറ്റിങ്ങോട് കൂടിയിട്ടാണ് എന്താവുന്നത് ഇതിൽ മാറ്റം. ലോറിയുടെ സാന്നിധ്യം സ്പോട്ട് ചെയ്ത ഇടങ്ങളിലെ മണ്ണ് നീക്കം ചെയ്യാൻ ഡ്രഡ്ജിംഗ് ആവശ്യമാണെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ വിലയിരുത്തിയിരുന്നു. എന്നാൽ അതിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന നടപടിയും പാതി വഴിയിലാണ്. അനുകൂല സാഹചര്യത്തിലും ഡൈവിങ്ങിന് അനുമതി നൽകാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിൽ വ്യക്തത വരുത്താൻ ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഗംഗാവലി പുഴയോരത്ത് നിന്നും ഷജിൽ ഗുരുവാരനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന്. അരുൺ, ഇന്ന് രാവിലെ 9 മണിയോടെ നേവിയുടെ തെരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. അർജുന്റെ കുടുംബം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നൊരു കാര്യമാണ്, ഈ അധികൃതർ കൈമാറുന്ന വിവരങ്ങൾ അത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന്. ഇന്നിപ്പോൾ തെരച്ചിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ ഭരണകൂടം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയൊന്നും വിശദീകരിക്കാത്തത്? അരുൺ പൂപ്പറമ്പ. റിജിത്ത്, ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ടായിരുന്നു. കാരണം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പുഴയിലെ അടിയൊഴുക്ക് കുറയുന്നു, മഴ മാറി നിൽക്കുന്നു, അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു എന്ന ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് അർജുന്റെ കുടുംബം ഇവിടെ രാവിലെ തന്നെ ഇവിടെ എത്തിയത്. അവർ നേവിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. 9 മണിക്ക് നേവി എത്തുമെന്നായിരുന്നു വിവരം. എന്നാൽ പിന്നീട് നേവിയുടെ വരവ് വൈകി. ഒടുവിൽ ലഭിച്ച വിവരം നേവിക്ക് ഇതുവരെ, അതായത് ഡൈവിങ്ങിനായി അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേവി ഇവിടെ എത്തിയാൽ ആദ്യഘട്ടത്തിൽ ഈ ലോറിയുടെ സാന്നിധ്യം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സോണാർ പരിശോധന നടത്തും, അതിനുശേഷം ഡൈവിങ്ങിലേക്ക് കടക്കും എന്ന ഒരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡൈവിങ്ങിന് അനുമതി നൽകിയില്ലെങ്കിൽ പിന്നെ മറ്റ് പരിശോധനകൾ ഉണ്ടാവില്ല എന്നതാണ് നിലവിൽ നേവി അറിയിച്ചിട്ടുള്ളത്. കാർവാറിൽ നിന്ന് നേവിയുടെ പ്രത്യേക സംഘം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. അവർ ഈ പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇതിൽ ഇതുവരെ എന്തെങ്കിലും ഒരു വ്യക്തത നൽകിയിട്ടില്ല. അത് അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അവർ ബന്ധപ്പെടുന്നുണ്ട്, കോഴിക്കോട് ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട്, ഇവിടെയുള്ളവർ ബന്ധപ്പെടുന്നുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജില്ലാ കളക്ടറുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ നിലവിൽ അനുമതി നൽകാത്തത്? ഈ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാനാണോ? ഈ ഡൈവിങ്ങിന് മുന്നോടിയായി വലിയ ഈ മൺകൂന നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യണോ എന്നുൾപ്പെടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ജില്ലാ ഭരണകൂടം ഉടൻ വ്യക്തത വരുത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ഇന്ന് ഇതുവരെ തെരച്ചിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ ഭരണകൂടം പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താൻ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തടസ്സമായി നിൽക്കുന്നത്. വയനാടിന് അതിജീവിക്കണം. നിലമ്പൂർ ചാലിയാർ തീരത്തെ തെരച്ചിലിൽ ഇന്നും ഒരു ശരീരഭാഗം കണ്ടെത്തി. മുണ്ടേരി തലപ്പാലി മേഖലയിലെ തെരച്ചിലാണ് ശരീരഭാഗം കണ്ടെത്തിയത്. ഇതുവരെ 248 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് കിട്ടിയത്. തലപ്പാലി മേഖലയിൽ അഴുകിയ നിലയിൽ ഇന്ന് കണ്ടെത്തിയ ശരീരഭാഗം പുരുഷന്റേതാണെന്നാണ് നിഗമനം. ഇൻക്വസ്റ്റ് നടപടിക്കും DNA പരിശോധനയ്ക്കുമായി ശരീരഭാഗം നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി. ഇതുവരെ 80 മൃതദേഹവും 168 ശരീരഭാഗവുമാണ് ചാലിയാർ തീരത്ത് ഒഴുകിയെത്തിയത്. മുണ്ടേരി മുതൽ പരപ്പൻപാറ വരെയുള്ള ചാലിയാറിന്റെ ഇരുകരകളിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, തണ്ടർബോൾട്ട്, വനംവകുപ്പ് എന്നീ സേനകളടങ്ങുന്ന 15 അംഗ സംഘം
സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചാലിയാർ തീരത്തെ പൂക്കോട്ടുമണ വരെയുള്ള മേഖലയിലാണ് ജനകീയ തിരച്ചിലെന്ന് മലപ്പുറം എസ് പി എസ് ശശിധരൻ 24-നോട്. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ പുഴയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വിഭാഗം പോകും. അതോടൊപ്പം തന്നെ കുമ്പളപ്പാറ തൊട്ടിട്ട് പരപ്പൻപാറ വരെ പുഴയുടെ രണ്ട് സൈഡിലൂടെ വേറെ രണ്ട് ഗ്രൂപ്പ് പോകും. ഇവിടുന്ന് ഇരുട്ടുകുത്തി നിന്ന് ഡൗൺ സ്ട്രീമിൽ ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റും SHOമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവിടെയും തിരിച്ചിട്ടുണ്ടാവും. മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി ഓടായിക്കൽ റെഗുലേറ്ററി ഭാഗത്ത് സ്കൂബ സംഘവും തിരച്ചിലിന്റെ ഭാഗമായി. ചാലിയാറിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് തിരച്ചിൽ സംഘത്തിന്റെ നിഗമനം. തീരത്ത് മൃതദേഹമോ ശരീരഭാഗമോ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും വരെ തിരച്ചിൽ തുടരും. നിലമ്പൂരിൽ നിന്ന് അബിത് കല്ലയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24. ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച് പഠനം തുടങ്ങി. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന 6-അംഗ സംഘം 10 ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. അതിനിടെ വെള്ളാർമലയിലെ തിരച്ചിലിൽ ഒരു ശരീരഭാഗം കൂടി ഇന്ന് കണ്ടെടുത്തു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ദുരന്തമുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ തിരച്ചിൽ നടത്താത്ത കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിന്റെ ഉൾവശത്താണ് തെരച്ചിൽ നടത്തിയത്. അതിനിടെ വെള്ളാർമലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്തി. നമ്മുടെ വെള്ളാർമല മുകൾ ഭാഗത്താണ്. ഇവിടെ ഞങ്ങൾ സെർച്ചിങ് തന്നെയാണ് നോക്കുന്നത്. അതിൽ കുറേ ഡോക്യുമെന്റ് കാര്യങ്ങളുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഈ മലവെള്ളപ്പാച്ചൽ, ഈ ഉരുൾപൊട്ടിയ പാച്ചലിൽ അതിൽ ബോഡി കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ദുരന്ത കാരണം പഠിക്കാൻ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6-അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖല സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തുടങ്ങി. ദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന സംഘം 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ പ്രഭവ സ്ഥാനം മുതൽ താഴോട്ട് വന്നിട്ട് ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ പ്രഭാവം എന്താണ്, ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി, ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. തുരങ്കപാത ഉപേക്ഷിക്കുക, അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ ഉപവസിച്ചു. 24 വയനാട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുഹൈൽ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ചൂരൽമലയിൽ നിന്ന്. സുഹൈൽ മുഹമ്മദ്, ദുരന്തം നടന്ന് 2 ആഴ്ച പിന്നിടുന്നു. ഇന്നും ശരീരഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലാണ് വിവിധ സോണുകളിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ദൗത്യസംഘത്തിൻ്റെ പഠനം അത് പ്രധാനപ്പെട്ടതാണ്. അവരിന്നതിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഇന്നത്തെ സന്ദർശനം ഏതൊക്കെ ഏരിയകൾ കേന്ദ്രീകരിച്ചായിരുന്നു സുഹൈൽ? രഞ്ജിത്ത്, ദുരന്തമുണ്ടായ 2 ആഴ്ച പിന്നിടുമ്പോഴും പ്രമുഖ പരിഗണന തിരച്ചിലിന് തന്നെയാണ്. ഇന്ന് ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളരിമല, ചൂരൽമല പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ ദുരന്തത്തിന്റെ അടയാളപ്പെടുത്തലായി മാറിയ വെള്ളരിമല സ്കൂളിന് മുൻവശത്താണ്. ഇതിന്റെ പിറകിൽ ഇന്ന് അഗ്നിരക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയത്. അതായത് തുടർന്നും പരിശോധന ഇങ്ങനെ അതേ പേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലത്തേതിന് പോലെ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ സന്നദ്ധ പ്രവർത്തകരും അഗ്നിരക്ഷാസേന അംഗങ്ങളെ കുറഞ്ഞു വരുന്നു. അത്രത്തോളം എണ്ണത്തിലില്ല. അതായത് ഇപ്പോഴും തെരച്ചിൽ ഔദ്യോഗികമായി തുടരുന്നുണ്ടെങ്കിലും അത്രത്തോളം അംഗബലത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ഈ മേഖലയെല്ലാം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടത് മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം തിരികെ പോകുന്നതാണ്. അതായത് അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് തിരച്ചിൽ കടന്നുവെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ടി കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ ഈ പ്രത്യേക സംഘം വിദഗ്ധ സമിതി ഇപ്പോൾ പുഞ്ചിരിമട്ടത്താണുള്ളത്. ഈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യം പരിശോധന നടത്തി, പിന്നീട് അതിന് താഴോട്ടുള്ള മുണ്ടക്കൈ, അതിന് താഴോട്ടുള്ള വെള്ളരിമല, അതിന് താഴോട്ട് ചൂരൽമല, അതിനപ്പുറത്തേക്ക് അട്ടമല, ഇങ്ങനെ സോണുകളായി തിരിഞ്ഞുള്ളൊരു പരിശോധന അല്ലെങ്കിൽ ഒരു പഠനമാണ് അവർ നടത്തുന്നത്. ഈ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ഉരുൾപൊട്ടലിന് കാരണമായതെന്നുള്ളതാണ്. ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയൊക്കെ വലിയ രീതിയിൽ മഴ പെയ്താണ് കാരണമെന്ന് മനസ്സിലാക്കി. ഇതിൽ കുറച്ചുകൂടി ആധികാരികമായ കുറച്ച് ഫൈൻഡിങ്സുകളിലൂടെ എത്താൻ വേണ്ടിയാണ് ദൗത്യസേന അല്ലെങ്കിൽ ഈ വിദഗ്ധ സമിതി പരിശോധന അല്ലെങ്കിൽ പഠനം നടത്തുന്നത്.
നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഉരുൾപൊട്ടലിൽ പരിപൂർണമായി ഘടന മാറിയ ഒരു മണ്ണാണ്. ഈ മണ്ണ് ഇപ്പോൾ എത്രത്തോളം ഇൻസ്റ്റേബിൾ ആണ്, എത്രത്തോളം ബലക്കുറവുണ്ടെന്നത് അടക്കം പരിശോധിക്കും. അതിനപ്പുറത്തേക്ക് സിക്സാഗായ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഘടന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചില കെട്ടിടങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ കെട്ടിടങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെ വാസയോഗ്യമാണോ, അല്ലെങ്കിൽ ഈ മേഖലയിൽ തന്നെ ഒരു പുനരധിവാസം സാധ്യമാണോ എന്നൊക്കെ പരിശോധന അവർ നടത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ അനൗദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പുനരധിവാസം ഇനി സാധ്യമല്ല. പക്ഷേ അവർ ആ രീതിയിലും പഠനം നടത്തുന്നു. വിവിധ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുള്ളൊരു പഠനമാണ്. അതിന് ഇവർ മണ്ണിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ സാമ്പിൾ എടുത്തൊരു പരിശോധന നടത്തുന്നത്. അത് പ്രൈം ഫോക്കസ് ദുരന്ത കാരണം, ഉരുൾപൊട്ടലിന് കാരണം എന്താണെന്ന് കണ്ടെത്തുന്നു. അതിനപ്പുറത്തേക്ക് ഈ സ്ഥലം ഇനി എന്ത് ചെയ്യണം, വാസയോഗ്യമാണോ എന്നതിലേക്ക് പരിശോധന നടത്തുന്നു. പിന്നെ അനൗദ്യോഗികമായി തന്നെ ഒരു സർക്കാർ ഇവിടെ ചില സ്ഥലങ്ങളും മേഖലകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പുനരധിവാസത്തിന്, ടൗൺഷിപ്പിനൊക്കെ. ഈ മേഖല ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയും അത്തരത്തിലൊരു സാധ്യതയുണ്ടോ എന്ന് പഠനം നടത്തുന്നു. അതിനു പുറമെ ഇപ്പോൾ ഈ മേഖല ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന ഈ സമയത്തടക്കം ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യതകളുണ്ടോ, അപകട സാധ്യത ഉണ്ടോ എന്നൊരു പരിശോധന കൂടി അവർ നടത്തുന്നു. ഇതാണ് ഈ ദൗത്യ സംഘവും അല്ലെങ്കിൽ ഈ വിദഗ്ധ സമിതിയെ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇനി തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നൊരു ശരീരഭാഗമാണ് വെള്ളരിമല സ്കൂളിൽ പിറകുവശത്തേക്ക് കിട്ടിയത്. അതിനപ്പുറത്തേക്ക് ദുരന്തത്തെ ശാരീരികമായി അതിജീവിച്ചവർക്ക് ഇനി സാങ്കേതികമായി ചില ആവശ്യങ്ങളുണ്ട്. വീട്, രേഖകൾ, അതിനപ്പുറത്തേക്ക് മുന്നോട്ടുള്ള ഉപജീവനം. ഇതിനോട് പ്രമുഖ അല്ലെങ്കിൽ അതിനോട് ഫോക്കസ് നൽകുന്ന ദിവസങ്ങളായിരിക്കും ഇനി മുണ്ടക്കയിൽ വരും ദിവസങ്ങൾ ഉണ്ടാകുക. ഇപ്പോൾ തന്നെ രേഖകളൊക്കെ നൽകാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട രേഖകൾ തിരികെ കിട്ടുന്ന നടപടിക്രമങ്ങളെല്ലാം ഈ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിന് 2 ക്യാമ്പുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പുനരധിവാസം, സർക്കാർ ഈ മേഖലകളിലും ഇതിന് പരിസര മേഖലയിലൊക്കെ വാടകയ്ക്കടക്കം വീടുകൾ ലഭിക്കുന്നു എന്ന രീതിയിൽ പഠനങ്ങൾ ശേഖരിക്കുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, വീടുകളുടെ എണ്ണം എടുക്കുന്നു. അതിനു പുറമെ ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ചിലരൊക്കെ ഈ സന്നദ്ധ സേവകർ, സന്നദ്ധ പ്രവർത്തകർ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചു കൊടുത്ത വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് അവർ പതിയെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് വരികയാണ്. മാനസികമായി അവർക്ക് അതിജീവിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെങ്കിലും പതിയെ അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈക്കാർ എന്ന് പറയേണ്ടി വരും. ടി കെ. ശരി, സുഹൈൽ മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു ദുരന്തഭൂമിയിൽ നിന്ന്. അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് ദുരന്തഭൂമിയിൽ നിന്നൊരു ശരീരഭാഗവും ചാലിയാറിൻ്റെ തീരത്തു നിന്നൊരു ശരീരഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പുഴയിൽ, വനമേഖലയിലൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിദഗ്ധ സംഘത്തിൻ്റെ സന്ദർശനം അത് തുടരുകയുമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുഹൈൽ മുഹമ്മദ്. വയനാട് ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി വെച്ചു എന്നാണ് താൻ കരുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാന സർക്കാർ നൽകുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന പ്രതിപക്ഷ വാഗ്ദാനം ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു. ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച് പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെൻറ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിലങ്ങാട്ട് ഉരുൾപൊട്ടൽ, അതും വലിയ നാശനഷ്ടമാണ് ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോ മേഖലകളിൽ ഒരാഴ്ചയോളം ഈ സംഘം സന്ദർശനം നടത്തും. ഒന്നും പറയാൻ പറ്റുന്നില്ല. അതേ അവസ്ഥ തന്നെ. ആകെ എല്ലാം പോയില്ലേ. ഇനിയിപ്പോൾ ഒന്നേം തുടങ്ങണമല്ലോ. നമ്മൾ 10 വർഷത്തെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട് 10 വർഷമായി. എൻ്റെ തറവാട്ട് വീട് അവിടെയായിരുന്നു. 70 വർഷമായിട്ട് അവർ താമസിച്ചിരുന്നു അവിടെ. ഞാനൊക്കെ ഉണ്ടായത് ഇവിടെ തന്നെ, ആ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളും ആ സ്ഥലവും. അവിടേക്കൊന്നും ഇനി വാസയോഗ്യമല്ല. ഇനിയിപ്പം വീട് വെക്കാനൊരു സ്ഥലം കണ്ടെത്തി വീട് വെച്ച് ഇനി ഒന്നേന്ന് എല്ലാ കാര്യവും ജീവിതം തുടങ്ങണം. അതുകൊണ്ട് എന്തെന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് മുമ്പിലാണ് ഒരു 10 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോണും ഇങ്ങനെ നിൽക്കുകയാണ്. അതാണിപ്പം. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിലങ്ങാട് നിന്ന്. മിഥില, എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെയുമുണ്ട്. പൂർണ്ണമായി വീടുകൾ നഷ്ടപ്പെട്ടവർ, ഭാഗികമായി നഷ്ടപ്പെട്ടവർ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായവർ, അവർ എന്താണ് പ്രതികരിക്കുന്നത്? ഒപ്പം ഈ വിദഗ്ധ സംഘത്തിൻ്റെ സന്ദർശനം അത് പ്രധാനപ്പെട്ടതാണ്. എപ്പോഴേക്ക് സർക്കാരിന് റിപ്പോർട്ട് കൈമാറാൻ കഴിയും എന്നാണ് ഈ സംഘം പ്രതീക്ഷിക്കുന്നത്? രജിത്ത്, വിലങ്ങാട് ഉരുളെടുത്തത് 14 വീടുകളെയാണ് പൂർണ്ണമായും ഉരുളെടുത്തത്. അതിൽ ഉരുളെടുത്ത ഒരു വീട്ടുടമസ്ഥന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നും അവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്കൊപ്പം ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. ഈ ചേട്ടന്റെ വീടിന്റെ തൊട്ട് സമീപത്തു കൂടിയാണ് ഉരുൾ കടന്നുപോയത്. പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയുന്നത്
സുരക്ഷിതരായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അന്ന് രാത്രി ഉണ്ടായത്? നിങ്ങൾ ഉരുളിന്റെ ശബ്ദം അങ്ങനെ എല്ലാം ഉരുളിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഭയങ്കര പാറ ഉരുളുന്ന ശബ്ദം. എൻ്റെ വീടിന്റെ 3 സൈഡിൽ കൂടെ, വീടിന്റെ 3 സൈഡിൽ കൂടെ ഉരുളായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾ 11 പേര് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഭയങ്കര കൂട്ടക്കാർച്ചയായിരുന്നു ഈ ഒച്ച കേട്ടിട്ട്. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൈഡിൽ കൂടെ ഉരുള വരുന്നത്. ഉരുള് വന്ന് നേരം വെളുത്ത് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ച് ഞങ്ങൾ പിന്നെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് 14 വീടുകൾ ഒലിച്ചുപോയി. ഈ ചീള് സൈഡിൽ കൂടെ 14 വീടുണ്ടായിരുന്നു. 14 വീടും പൂർണ്ണമായിട്ടും പോയി. എൻ്റെ ഒരു വീട്, അതിന്റെ മേളിൽ വള്ളി മോളി എന്ന് പറയുന്ന ഒരാളുടെ വീടും അവശേഷിച്ചിട്ടുണ്ട്. 2 വീട് ഭാഗത്ത് 2 വീടുകൾ മാത്രം അവശേഷിച്ചിട്ടുണ്ട് ഈ ഉരുള് വന്ന സൈഡിൽ. പിന്നെ വലത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ പുത്തമ്പരയ്ക്ക് വിജുവിന്റെയും പിന്നെ പൊന്മലക്കുന്ന് ജയിന്റെയും വീട്, 2 വീട് വേറെ അവിടെ ഭാഗികമായി പോയിട്ടുണ്ട്. ഇതിത്തെ മഞ്ഞച്ചീളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ക്യാമറയിൽ തന്നെ കാണാം. ഉരുള് വന്ന വഴിയാണിത്. ഇവിടുന്നാണ് വന്നത്. പിന്നീട് താഴോട്ട് ഒലിച്ച് ഈ 14 വീടുകളെയും നാമാവശേഷമാക്കിക്കൊണ്ട് കടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്തായി മാഷ്ക്ക് ജീവൻ നഷ്ടമായത്. നിലവിൽ നേരത്തെ റീജി ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇവരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നടത്തും. ഇവരുടെ പ്രധാനമായും ഈ ഒരു പരിശോധനയുടെ ഉദ്ദേശം എന്നത് ഈ പ്രദേശത്ത് ഇനി വാസയോഗ്യമാണോ, പ്രത്യേകിച്ച് അടിക്കടി ഉരുൾപൊട്ടലുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. 2019 വിലങ്ങാടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അന്ന് 4 ജീവനുകളാണ് ഇവിടെ നഷ്ടമായിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അടിക്കടി ഉരുൾപൊട്ടലുണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ്? അത്തരത്തിൽ ഒരു ശാസ്ത്രീയ പഠനം ഈ ഒരു സംഘത്തിന്റെ സന്ദർശനം കൊണ്ട്, പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശം വാസയോഗ്യമാണോ എന്നാണ്. നിലവിൽ നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ പ്രദേശത്ത് 4 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 വീടുകൾ പൂർണ്ണമായും ഈ ഉരുളിനൊപ്പം ഒലിച്ചുപോയി. നേരത്തെ നമ്മൾ പ്രതികരണം കേട്ടു. ആ ചേട്ടന് ഒരുപാട് കടബാധ്യതയുണ്ട്. അതിനൊപ്പമാണ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്. ഒരു 30-40 വർഷമായി അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് മഞ്ഞച്ചീളി പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെയോ രാവിലെ വരെ വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടി എന്നാണ് ഇപ്പോൾ നമ്മളെടുത്ത് പ്രതികരിച്ച തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞത്. അന്ന് 15ഓളം ആളുകൾ ആ വീട്ടിൽ, മക്കൾ ഉൾപ്പെടെ 15ഓളം ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. മഴ വരുന്നു അല്ലെങ്കിൽ ഉരുളിന്റെ വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നു, അത്തരം കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മൊബൈലിൽ സന്ദേശം വരികയായിരുന്നു, ഉരുൾപൊട്ടലുണ്ടോ എന്ന് സംശയമുണ്ട്, എല്ലാവരും മാറണം എന്ന ഒരു സന്ദേശം വരികയായിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരാറിലായി, ഫോണൊക്കെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നീട് രാവിലെ വരെ ഈ ഒരു വീട്ടിൽ മക്കളുമൊത്ത് ഈ തങ്കച്ചൻ ചേട്ടൻ കഴിയുകയായിരുന്നു. പിന്നീട് രാവിലെയാണ് ഇവിടെ നിന്ന് മാറിയത്. രാവിലെ പുറത്തിറങ്ങി കാണുന്ന കാഴ്ച തന്റെ ചുറ്റിലുമുണ്ടായിരുന്ന എല്ലാ വീടും ഒന്നുമില്ലാത്ത ഒരു കാഴ്ച എന്ന് തന്നെ വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. വയനാടിനെ പോലെ ശരി, വിലങ്ങാട് ദുരന്തഭൂമിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിഥില ബാലൻ. അവിടെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണക്കെടുപ്പ് നടക്കും. ഒപ്പം തന്നെ എന്തുകൊണ്ട് തുടർച്ചയായ ആ മേഖലയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യവും ആ ദൗത്യസംഘത്തിന്റെ, ആ വിദഗ്ധ സംഘത്തിന്റെ പഠന വിഷയമായി വരും. അതിനുശേഷം സർക്കാരിന് അവർ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് കൊൽക്കത്തയിലെ ആ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. അതിനിടയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നു കൽക്കത്ത ഹൈക്കോടതി എന്നുള്ളതാണ്. അവധിയിൽ പോയില്ലെങ്കിൽ അതിനായി ഉത്തരവിടും എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജിവെച്ച് മണിക്കൂറുകൾക്കകം സന്ദീപ് ഘോഷിന് പുനർനിയമനം നൽകിയ നടപടി അത് വലിയ വിവാദത്തിന്, വലിയ പ്രതിഷേധത്തിനൊക്കെ വഴിവെച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് വീണ്ടും ശരീരഭാഗം കണ്ടെത്തി. മാങ്കയം ഭാഗത്തെ വനത്തിനുള്ളിലാണ് ശരീരഭാഗം കണ്ടെത്തിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചാലിയാറിന്റെ തീരത്തുനിന്ന്. നിതിൻ, ഇന്നവിടെ ജനകീയ തെരച്ചിലാണ് നടക്കുന്നത്. ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടി, DNA പരിശോധനയ്ക്കുള്ള നീക്കം, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നിതിൻ? റിജിത്ത്, ഈ ചാലിയാർ തീരത്തെ ജനകീയ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ശരീരഭാഗങ്ങൾ കൂടുതൽ കണ്ടുകിട്ടുകയാണ്. ഇന്നിപ്പോൾ മുണ്ടേരിയിലെ ഉൾവനത്തിൽ മങ്കയം ഭാഗത്താണ് ഇപ്പോൾ വീണ്ടും ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇപ്പോൾ ഈ ചാലിയാർ തീരത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അത് നിലമ്പൂരിലേക്ക്, ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ദൗത്യസേനയുടെ ജനകീയ തിരച്ചിൽ, സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് പോലീസും അടക്കമുള്ള സേനയുടെ തിരച്ചിൽ പുരോഗമിക്കുമ്പോഴാണ് വീണ്ടും ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 249 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ചാലിയാറിൽ നിന്ന് മാത്രം ഒഴുകിയെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ തിരച്ചിൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ജനകീയ തിരച്ചിലാണ് ചാലിയാർ തീരത്തും അതോടൊപ്പം വനമേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്.
അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഓരോ തിരച്ചിൽ നടത്തുമ്പോഴും ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ജനകീയ തിരച്ചിൽ നടത്തി തിരച്ചിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ തിരച്ചിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഉൾവനത്തിൽ നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളടക്കം വേഗത്തിൽ പൂർത്തിയാക്കുന്ന നടപടികൾ പോലീസ് സ്വീകരിച്ചു വരും. വൈകാതെ തന്നെ മൃതദേഹം ഇവിടുന്ന് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തലപ്പാലി മേഖലയിലും സമാനമായ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു. അത് പുരുഷന്റേതാണെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും കൂടുതൽ തിരച്ചിൽ ശക്തമാക്കി ഇന്ന് വൈകിട്ട് വരെ ഈ ജനകീയ തിരച്ചിൽ ഊർജിതമാക്കാനാണ് തീരുമാനം. ഒരുപക്ഷെ നാളെയും സമാനമായി തന്നെ ജനകീയ തിരച്ചിൽ തുടരാനുള്ള തീരുമാനം ഇപ്പോൾ എന്തായാലും ആലോചനയിലുണ്ട്. വൈകാതെ തന്നെ അതിലൊരു തീരുമാനം ഇന്നിപ്പോൾ ഈ സേനയുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ അറിയിക്കും. എന്തായാലും ഈ മമ്പാട് റെഗുലേറ്റർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ സ്കൂബ ടീം അംഗം ഇറങ്ങി അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ സാധ്യമായ എല്ലാ തിരച്ചിലും ഇപ്പോൾ സേനയുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ശരീരഭാഗം എന്തായാലും ഇപ്പോൾ ചാലിയാർ തീരത്ത് കൂടുതലുണ്ടെന്ന് നിഗമനത്തിൽ തന്നെയാണ് സേനയുള്ളത്. കാരണം ഈ ചാലിയാറിലെ ജലനിരപ്പ് കുറഞ്ഞപ്പോൾ തന്നെ മണ്ണിനടിയിൽ കൂടുതൽ ശരീരഭാഗം ഉണ്ടെന്ന നിഗമനത്തിലാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജനകീയ തിരച്ചിലുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതാണ്ട് 130ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക്. ചാലിയാറിൻ്റെ തീരത്തെ വിവരങ്ങളിലേക്കാണെങ്കിൽ ഏതാണ്ട് 280ലധികം മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയിരുന്നു. അതിൽ തന്നെ ഏതാണ്ട് 170ഓളം ശരീരഭാഗങ്ങളുമായിരുന്നു. ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത കേസിൽ നിർണായക മൊഴി. ജനനസമയത്ത് കുഞ്ഞ് കരഞ്ഞു എന്നാണ് മാതാവ് ഡോണ ഡോക്ടറോട് പറഞ്ഞത്. കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടെന്നും പ്രസവത്തിന് 24 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയത് എന്നുമാണ് പോലീസിന്റെ നിഗമനം. നവജാത ശിശുവിന്റെ മാതാവ് ഡോണയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കൈമാറിയത്. പ്രസവ സമയത്ത് കുഞ്ഞ് കരഞ്ഞെന്ന് ഡോണ തന്നോട് പറഞ്ഞതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു. കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തിയ ശേഷമാണ് ഡോണ പ്രസവിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രസവത്തിന് 24 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ ഡോണ ആൺ സുഹൃത്ത് തോമസിന് കൈമാറിയത്. ഈ മാസം 7 പുലർച്ചെ 1:30 പ്രസവം. അടുത്ത ദിവസം പുലർച്ചെയാണ് തോമസിനെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറിയതെന്നും പോലീസ് കണ്ടെത്തി. അതുവരെ ഡോണയുടെ വീടിൻ്റെ ടെറസിലും സൺഷെയ്ഡിലുമാണ് കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നത്. കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഡോണയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. താൻ ഗർഭിണിയായിരുന്നുവെന്ന വിവരം തോമസിന് അറിയില്ലായിരുന്നുവെന്നും ഡോണ ഡോക്ടറോട് പറഞ്ഞു. പ്രസവശേഷം മാത്രമാണ് ഇക്കാര്യം തോമസിനെ അറിയിച്ചത്. ഡോണ ഗർഭിണിയായിരുന്നുവെന്ന് അറിഞ്ഞില്ലെന്ന മൊഴിയാണ് തോമസും നൽകിയത്. ഡോണയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം പ്രതികളെ എല്ലാവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ, 24, ആലപ്പുഴ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തിനിടെ മരിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ മൊഴി പുറത്തുവരുന്നത്. അത് അന്വേഷണത്തിൽ നിർണായകവുമാണ്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സർക്കാർ ആശുപത്രികളിലെ OP സേവനം സ്തംഭിപ്പിക്കാൻ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന ആഹ്വാനം ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിന്ന് രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പുനർനിയമനം നൽകാനുള്ള നീക്കത്തിലും പ്രതിഷേധം ശക്തമാണ്. വിഷയത്തിൽ വനിതാ കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഡോക്ടേഴ്സിന്റെ സംഘടനകൾ. രാജ്യവ്യാപകമായി സർക്കാർ ആശുപത്രികളിലെ OP സേവനം സ്തംഭിപ്പിക്കാൻ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് സമരം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കാൽക്കട്ട ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആശുപത്രി സൂപ്രണ്ടിനെയും ചെസ്റ്റ് മെഡിസിൻ വകുപ്പ് മേധാവിയെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. വനിതാ റെസിഡന്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായതെന്ന് കുടുംബത്തെ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. ആശുപത്രിയിലെ 7 റെസിഡന്റ് ഡോക്ടേഴ്സിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പോലീസ് അന്വേഷണം ഞായറാഴ്ചയ്ക്കകം പൂർത്തിയായില്ലെങ്കിൽ കേസ് CBIക്ക് വിടുമെന്ന് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉറപ്പ് നൽകിയിരുന്നു. ആർക്കേക്കർ മെഡിക്കൽ കോളേജിൽ നിന്ന് രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് ഉടൻ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി നിയമനം നൽകിയത് വിവാദമായി. പ്രതിഷേധിച്ച റെസിഡന്റ് ഡോക്ടേഴ്സ് പ്രിൻസിപ്പലിന്റെ മുറി താഴിട്ട് പൂട്ടി. 24 ഡൽഹി. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ ആര് കുടുങ്ങും? ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ സെബി അധ്യക്ഷയ്ക്കെതിരെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. മാധബി പുരി ബുച്ചിനെതിരെ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളും വിവരശേഖരണം ആരംഭിച്ചതായാണ് സൂചന.
സെബി അധ്യക്ഷയ്ക്കെതിരായ വെളിപ്പെടുത്തലിൽ വിവാദം കടുക്കുകയാണ്. ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തീരുമാനം. പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ സെബിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് യോഗം വിലയിരുത്തി. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളും വിവരശേഖരണം ആരംഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ആദായനികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നീ ഏജൻസികളാണ് വിവരശേഖരണം നടത്തുന്നത്. മാധവി ബുച്ചിനെതിരായ ആരോപണങ്ങളുടെ നിജസ്ഥിതി ഏജൻസികൾ വിലയിരുത്തും. സെബി മേധാവിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നേരത്തെയും വിശാൽ തിവാരി ഹിൻഡൻബർഗ് വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വെളിപ്പെടുത്തൽ സെബിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതാണെന്നും മാധവി ബുച്ചിനെതിരെ അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. 24 ഡൽഹി. നോക്കാമിനി കായിക വിശേഷങ്ങൾ. പാരീസ് ഒളിമ്പിക്സിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ താരങ്ങൾക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് രാജ്യം നൽകിയത്. മലയാളി താരം PR ശ്രീജേഷ് ഉൾപ്പെടുന്ന ഹോക്കി താരങ്ങളും ഗുസ്തിയിൽ വെങ്കലം നേടിയ അമൻ സെഹ്റാവത്തുമാണ് ഡൽഹിയിൽ തിരിച്ചെത്തിയത്. സ്വീകരണം മനം നിറയ്ക്കുന്നതെന്ന് ശ്രീജേഷ് പ്രതികരിച്ചു. ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കലം നേടി ഇന്ത്യയുടെ അഭിമാനമായ ഹോക്കി ടീം. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലിറങ്ങിയ PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾക്ക് ആരാധകരുടെ സ്നേഹോഷ്മള വരവേൽപ്പ്. വാദ്യമേളങ്ങൾ മുഴക്കിയും മാലയണിഞ്ഞും മധുരം നൽകിയും സ്വീകരണം. ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്താൻ ലഭിച്ച അവസരം സന്തോഷം ഇരട്ടിയാക്കിയെന്ന PR ശ്രീജേഷ്. इतिहास क्या है, लास्ट टाइम भी हम लोगों ने ब्रॉन्ज मेडल जीत के आया था. अभी हम लोगों ने इसको एक आदत बना रहा है और हम लोग जितना कोशिश कर रहे हैं कि इसी चीजों को कंटिन्यू करते रहे. അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നുള്ള വിരമിക്കൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ശ്രീജേഷ് പ്രതികരിച്ചു. इट्स एंड ऑफ ए जर्नी, बट आपको हमेशा पता है कि एक बंदा निकलने के बाद आपके जैसे 1000 बंदा आएगा आपके जूते पे. सो डेफिनेटली मेरे लिए खुशी की बात है कि मेरी टीम मेरे लिए खेला, एक मेडल दिला के वापस मैं जा रहा हूँ. നാളെ താജ് ഹോട്ടലിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ശ്രീജേഷിനെ ആദരിക്കുന്നുണ്ട്. ഗുസ്തിയിൽ വെങ്കലം നേടിയ അമൻ ഷെറാവത്തിനും വൻ സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയത്. പാരീസ് ഒളിമ്പിക്സിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ഹോക്കി താരങ്ങൾക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ആരാധകർ വിമാനത്താവളത്തിൽ നൽകിയത്. എന്നാലും ഗോൾ പോസ്റ്റിന് മുൻപിലെ പ്രതിരോധ കോട്ടയായ PR ശ്രീജേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ടീം അംഗങ്ങളെയും ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നുമുണ്ട്. ജിതീന്ദ്രനോടൊപ്പം R അച്യുതൻ, 24 ഡൽഹി. ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ അതിൽ ഇന്ന് വിധി വരാൻ പോവുകയാണ്. കായിക തർക്ക പരിഹാര കോടതി അതിന് വിധി പറയും. ഇന്ത്യൻ സമയം രാത്രി 9:30 വിധിയുണ്ടാകും. മത്സരങ്ങളെല്ലാം അവസാനിച്ചു. ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. താരങ്ങളെല്ലാം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. പക്ഷേ ഇന്ത്യൻ ജനത ഇപ്പോഴും പാരീസിലേക്ക് ഉറ്റുനോക്കുന്നു, കാതോർക്കുന്നു ഒരു ചരിത്രവിധിക്കായി. അയോഗ്യയാക്കിയ നടപടിക്കെതിരെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി ഇന്നുണ്ടാകും. ഇന്ത്യൻ സമയം രാത്രി 9:30 വിധി പറയണമെന്നാണ് ആർബിട്രേറ്റർ ഓസ്ട്രേലിയക്കാരി അന്നാബെൽ ബെന്നറ്റിന് കോടതിയുടെ നിർദ്ദേശം. 50 കിലോ ഫ്രീസ്റ്റൈൽ ഗുസ്തി ഫൈനലിന് മുന്നോടിയായി നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാമിന്റെ കൂടുതൽ കണ്ടെത്തിയതാണ് വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയ്ക്ക് കാരണം. എന്നാൽ പ്രിലിമിനറി റൗണ്ടിനിറങ്ങുമ്പോൾ നിർദ്ദേശിച്ച ശരീരഭാരം മാത്രമാണ് തനിക്കുണ്ടായിരുന്നതെന്നും ഇതിനാൽ വെള്ളി മെഡൽ അനുവദിക്കണമെന്നുമാണ് വിനേഷിന്റെ വാദം. ഉത്തേജക മരുന്നടിയുടെ പേരിലല്ല അയോഗ്യതയെന്നും മാനുഷിക പരിഗണനയുണ്ടാകണമെന്നും വിനേഷിനു വേണ്ടി ഹാജരായ ഫ്രഞ്ച് അഭിഭാഷകനും IOA പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേയും വാദിച്ചു. അതേസമയം നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കുമെന്ന ഗുസ്തിക്കാരുടെ സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും 2 വെള്ളി മെഡൽ അനുവദിക്കാനാവില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും നിലപാടെടുത്തു. വിധി അനുകൂലമായാൽ ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന ചരിത്ര നേട്ടം വിനേഷ് ഫോഗട്ടിന് സ്വന്തമാകും. ഇനി വിധി എതിരെങ്കിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും നീറുന്ന വേദനയാകുമത്. സ്പോർട്സ് ഡെസ്ക് 24. തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPIM ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 7 പേർ അറസ്റ്റിലായി. 5 SDPI പ്രവർത്തകരും 2 DYFI പ്രവർത്തകരുമാണ് പിടിയിലായത്. ആക്രമണത്തിന് പിന്നിൽ മുൻവൈരാഗ്യമെന്നാണ് പോലീസ് പറയുന്നത്.
തിങ്കളാഴ്ച രാത്രി 9:30യോടെയാണ് CPM ഓഫീസിനു നേരെ ആക്രമണമുണ്ടായത്. ഇരുചക്രവാഹനങ്ങളിലെത്തിയ 20-അംഗ സംഘം ഓഫീസ് ആക്രമിക്കുകയും ഓഫീസിന് പുറത്തുനിന്ന പ്രവർത്തകർക്കു നേരെ വാൾ വീശിയെന്നും CPM പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ 7 പേരെയാണ് ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. SDPI പ്രവർത്തകരായ ഹാജ, നിഷാദ്, അല്ലമീൻ, മുനീർ, അല്ലമീൻ എന്നിവരും DYFI പ്രവർത്തകരായ അമൽ, അഖിൽ എന്നിവരുമാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ 4 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ്. കിള്ളിയിലെ ടർഫിൽ വെച്ച് നേരത്തെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ അക്രമമെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. ആക്രമണത്തിനു പിന്നിൽ വർഗീയ താൽപര്യമെന്ന് CPM വ്യക്തമാക്കി. പങ്കില്ലെന്ന് SDPI പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. പുതിയൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് ചാലിയാറിൽ നിന്നൊരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരപ്പൻപാറയിലാണ് മറ്റൊരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. പത്തനംതിട്ട CPIയിലെ കോഴ വിവാദം അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ്. പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥ് ക്വാറി ഉടമകളിൽ നിന്ന് പണം വാങ്ങിയതും ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റത്തിന് കൈക്കൂലി വാങ്ങിയതും അന്വേഷിക്കും. ഇത് സംബന്ധിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. CPI പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥൻ ക്വാറി ഉടമകളിൽ നിന്ന് പണം കൈക്കൂലി വാങ്ങിയതും മന്ത്രിമാരുടെ പേര് പറഞ്ഞ് പണം വാങ്ങിയതും സ്ഥലം മാറ്റത്തിന് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതും അടക്കമുള്ള പരാതികൾ അന്വേഷിക്കാനാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചത്. പാർട്ടി എക്സിക്യൂട്ടീവ് അംഗം KR ചന്ദ്രമോഹനെയാണ് കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. പാർട്ടിയുടെയും മന്ത്രിമാരുടെയും പേരിൽ പണം വാങ്ങിയെന്ന് കണ്ടെത്തിയാൽ PR ഗോപിനാഥനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കും. റവന്യൂ മന്ത്രി പങ്കെടുത്ത പട്ടയമേളയുടെ പേരിൽ തഹസിൽദാരെ ഉപയോഗിച്ച് 3 ലക്ഷം രൂപ പിരിച്ചെടുത്തുവെന്ന പരാതിയും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഇതിനു പുറമെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെജിയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയും പാർട്ടിയുടെ മുന്നിലുണ്ട്. ഈ പരാതികൾ ഉൾപ്പെടെയാണ് അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ വരുന്നത്. പാർട്ടിയെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയ കോഴ വിവാദം അതീവ ഗൗരവമായിട്ടാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത്. S. ശ്യാംകുമാർ, 24, ആലപ്പുഴ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് വീണ്ടും ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നു. പരപ്പൻപാറയിൽ നിന്നാണ് ഈ ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചാലിയാറിൻ്റെ തീരത്ത് നിന്ന്. നിതിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലാണോ നിതിൻ? റിജിത്ത്, കുമ്പളപ്പാറയിലും പരപ്പൻപാറയിലും ഇടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്ന് 3 പേരുടെ മൃതദേഹ ഭാഗമാണ് ഈ തിരച്ചിലിൽ, ജനകീയ തിരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. മണൽ വന്ന് മൂടി നിലയിലാണ് ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ തുടങ്ങിയ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അഴുകിയ നിലയിലാണ് ഈ മൃതദേഹ ഭാഗം ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. ഇപ്പോൾ ചാലിയാറിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മഴ വന്നാൽ പിന്നെ തിരച്ചിൽ ദുഷ്കരമാകും. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് നേരത്തെ ഈ ജനകീയ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. ഇന്ന് ജനകീയ തിരച്ചിൽ മുണ്ടേരി വനമേഖലയിലും അതോടൊപ്പം തന്നെ ചാലിയാർ തീരത്തും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ മേഖലയിൽ ശരീരഭാഗം കണ്ടെത്തിയൊരു സാഹചര്യത്തിലാണ് ഇന്ന് ജനകീയ തിരച്ചിൽ നടത്തി ഈ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. ഇന്ന് 3 ശരീരഭാഗം കണ്ടെത്തിയതോടെ ഈ ചാലിയാർ തീരത്ത് ഒഴുകിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇപ്പോൾ 250 ആയിരിക്കുകയാണ്. ഇതിൽ 80 മൃതദേഹവും അതോടൊപ്പം 160ഓളം ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മഴ മാറിയാൽ പിന്നീട് തിരച്ചിൽ പുനരാരംഭിക്കാമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയാണ് ചാലിയാറിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ, മുണ്ടേരി അടക്കമുള്ള മറ്റ് മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. വൈകാതെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാകും സ്വീകരിക്കുക. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പിന്മാറൽ ധനവകുപ്പിന് ഇരട്ടി പ്രഹരമായി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ ഇടപാടുകളിൽ കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളം വിട്ടത്. ഓണക്കാല ചെലവിനായി 5000 കോടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മാറ്റം. ഡിസംബർ വരെ ഇനി കടമെടുക്കാവുന്നത് 3700 കോടി രൂപയാണ്. ഈ സാമ്പത്തിക വർഷം കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരെണ്ണം ഓണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ 1800 കോടി ഇതിനായി കണ്ടെത്തണം. കരാറുകാരുടെ കുടിശ്ശിക തീർക്കുന്നതിന് സപ്ലൈകോ ഓണത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് 600 കോടി രൂപയാണ്. ബോണസും ഉത്സവ ബദ്ധയും നൽകാൻ 700 കോടി വേണം. ഇതിനിടയിലാണ് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. സഹകരണ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് നിയമനം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസ് മുതൽ
കേന്ദ്ര ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾക്കും വകുപ്പിനെ പ്രതിനിധീകരിച്ചിരുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അതിനാൽ ധനവകുപ്പിൻ്റെ തലപ്പത്ത് പെട്ടെന്നുള്ള മാറ്റം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. നിർണായക തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ഏകപക്ഷീയമായി എടുക്കുന്നതിലും ഉദ്യോഗസ്ഥ തലത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ബാഹ്യ ഇടപെടൽ സജീവമായിരിക്കെ ധനവകുപ്പിലെ ഉന്നത പദവി ഏറ്റെടുക്കാൻ മുതിർന്ന IAS-കാരും വിമുഖത കാട്ടുകയാണ്. 24 തിരുവനന്തപുരം. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും സർക്കാരിന്റെ പരസ്യം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനം. 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പിണറായി സർക്കാരിന്റെ പരസ്യം പ്രദർശിപ്പിക്കും. ഡൽഹി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 100 തിയേറ്ററുകളിലാണ് ഇത് പ്രദർശിപ്പിക്കുക. 90 സെക്കൻഡ് ദൈർഘ്യമുള്ളതാണ് പരസ്യം. സർക്കാരിന്റെ ഭരണനേട്ടവും സംസ്ഥാനത്തിന്റെ വികസന പുരോഗതിയും വിശദീകരിക്കുന്നതാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം. ഇതിനായി 18 ലക്ഷത്തിലധികം രൂപ അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ പരസ്യ വെല്ലുവിളിയുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. LDFന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് വാറോല കാട്ടി കോൺഗ്രസിനെ പേടിപ്പിക്കേണ്ട എന്ന് DCC അധ്യക്ഷൻ CP മാത്യു പറഞ്ഞു. കോൺഗ്രസുമായി സഹകരിക്കില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. നഗരസഭാ കൗൺസിലിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും ഭരണം നേടാനാവാതെ പോയതോടെയാണ് ഇടുക്കി ജില്ലാ UDF ഘടകത്തിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്നത്. ഇടുക്കിയിലെ മുസ്ലിം ലീഗിനകത്തുള്ള പടലപ്പിണക്കമാണ് മുന്നണിക്കാകെ അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ പ്രതിഫലിച്ചതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കോൺഗ്രസ് തിരുത്തിയാൽ സഹകരിക്കാമെന്ന ലീഗ് നിലപാടിനെ തള്ളിക്കളയുന്നു DCC നേതൃത്വം. ഈ വാറോളയുടെ മുമ്പിൽ കോൺഗ്രസ് പരാജയപ്പെടില്ല. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തു എന്നതിന്റെ അർത്ഥം മറ്റെന്തോ കച്ചവടമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. പരസ്യ വെല്ലുവിളി ഉയർത്തി ലീഗ് നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന നേതൃത്വം അനുനയ ചർച്ചകൾക്ക് തുടക്കമിട്ടെന്നാണ് വിവരം. രമ്യമായി പരിഹരിക്കാവുന്ന പ്രശ്നം വഷളാക്കിയവർ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. തൊടുപുഴ നഗരസഭയിലെ തമ്മിലടി UDF നേതൃത്വത്തിന് കൂടുതൽ തലവേദനയാവുകയാണ്. 24 തൊടുപുഴ. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു. സാധുവായ വോട്ട് മുഴുവനും LDFനെന്ന് കണക്കാക്കിയാലും UDF 6 വോട്ടിന് ജയിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇനി സാധുവായ വോട്ട് മുഴുവനും LDFനെന്ന് കണക്കാക്കിയാലും UDF 6 വോട്ടിന് ജയിക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ച വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അന്ന് 38 വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന KP മുഹമ്മദ് മുസ്തഫയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 348 തപാൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. എന്നാൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി നേരത്തെ തന്നെ ശരിവെച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കണ്ണൂർ കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിംഗിൽ പോലീസ് കേസെടുത്തു. +1 വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതിൽ 4 +2 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ടായിരുന്നു +1 വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. ഇന്നലെ വൈകിട്ടാണ് 1ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തിൽ +2 വിദ്യാർത്ഥികളായ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവരെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കണ്ടാലറിയാവുന്ന 16 വിദ്യാർത്ഥികളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വടികൊണ്ടുള്ള അടിയിൽ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷർട്ടിന്റെ ബട്ടൺ സിറ്റിൽ എന്ന് പറഞ്ഞായിരുന്നു +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ തുടങ്ങിയത്.
പിന്നെ പാട്ടുപാടാൻ ആവശ്യപ്പെട്ട് അക്രമം തുടരുകയായിരുന്നു. 24 കണ്ണൂർ. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് ഇനി മനസ്സ് നിറയ്ക്കുന്ന ഒരു പ്രണയകഥ പറയാം. ഉരുൾപൊട്ടലിൽ കാമുകി മരിച്ചെന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്ത് 8 ദിവസം സഹായിയായി നിന്നു നെല്ലിമുണ്ട സ്വദേശി അൻസിൽ. ഒടുവിൽ 8ാം നാൾ അവൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുക. ഇത് അൻസിലിൻ്റെയും ഫിദയുടെയും മരിക്കാത്ത പ്രണയവും ജീവിതവുമാണ്. നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിന് മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കയെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. പിന്നീട് മരവിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലിരുന്ന് പതിയെ അൻസിൽ പറഞ്ഞു തുടങ്ങി. ഓക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 8 ദിവസം ഇവിടെ സേവനം ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ഇപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. ഇവിടുന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി ആയാലും കമ്മിറ്റി ആൾക്കും MSAയിലോട്ടും ഞാൻ പോയി നോക്കും അവിടെ ബോഡി ഓളെ തങ്ങാനുണ്ടോ. കാരണം ഓളെ കൈ ഞാൻ പറഞ്ഞു കൈ കണ്ടാലും കാല് കണ്ടാലും എനിക്ക് തിരിച്ചറിയാം. ഓളെ കയ്യിൽ എൻ്റെ ഒരു മോതിരമുണ്ട്, എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു മോതിരം ഇട്ടതാണ്. അപ്പോൾ ഞാൻ കൈയായാലും കാലായാലും അവിടെ പോയി കറക്റ്റ് നോക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇവിടുന്ന് ബോഡി പോകുമ്പോൾ മറവ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും. പെട്ടെന്ന് ഇവളൊരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ വിളിച്ചപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് തീർന്ന് ഒന്നും തിന്നാണ്ട് ഭക്ഷണമൊന്നും ഞാൻ കഴിക്കലില്ലായിരുന്നു. ഇവളതിൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്ന്. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഫിദൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ ഇവിടുന്ന് ബോഡി കണ്ടിരുന്നു. പിന്നെ അവളെ അമ്മ സേഫാണ്, അതായത് അവളെ അമ്മ സേഫാണ്, പിന്നെ അവളെ അനിയനും സേഫാണ്, ഓളും സേഫാണ്. കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേഗം കൊണ്ടുവരാൻ. കാരണം എന്താ വെച്ചാൽ അവളെ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവൾ പഠിത്തം കഴിയട്ടെ എന്ന് വെച്ച് വിചാരിച്ച് നിൽക്കുകയാണ്. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും. ഈ മഹാദുരന്തത്തിനിടയിൽ അപൂർവമായി സംഭവിച്ച ഒരു നിറകൺ ചിരിയാണിത്. പല നീറ്റലുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ നിമിഷത്തിൽ അൻസിലിനും ഫിദയ്ക്കും ആശംസകൾ നേരാം. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. ഈ റിപ്പോർട്ടോടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി